എൻ്റെ പേര് ആൻസി. ഞാൻ വരുന്നത് സൂററ്റിൽ നിന്നാണ്. ലാസ്റ്റ് 16 years ആയിട്ട് ഞാൻ ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സൂററ്റിൽ ഒരു GNM നേഴ്സായ ഞാൻ ഇപ്പോൾ ഒരു ന്യൂസിലൻഡ് എന്ന സ്വപ്നം പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലാത്തൊരു കൺട്രിയിലേക്ക് എന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ദൈവം ഉയർത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വരുന്നതും ഈ വർഷം ജനുവരി 4-നായിരുന്നു. ജനുവരി 4, 2023. പക്ഷേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കഴിഞ്ഞ വർഷം 2022 ജൂലൈ 23 എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ്. ആ സമയത്ത് എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ്. കാരണം ഞാൻ ഒരുപാട് നാളുകളായിട്ട് അറൗണ്ട് 2019 മുതൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ പല കാരണത്താൽ എനിക്കത് സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം OET എഴുതി, പിന്നെ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണം ഞാൻ എഴുതാതെ വന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി അതൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല, IELTS OET ഒന്നും നടക്കില്ല എങ്കിൽ പിന്നെ ഇനി ഒരു സീനിയർ കെയറിൽ UKV എഴുതി പോകാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു 2021 അവസാനം നവംബർ മാസത്തോളം ഞാൻ UKV എഴുതി. അങ്ങനെ 2022 ഡിസംബറിൽ ഡിസംബർ 10 ഞാൻ റിസൈൻ വെക്കുന്നു. 7.5 വർഷം ഞാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലിൽ നിന്ന്, നല്ല സാലറിയോടെ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഡിസംബർ 10 ഞാൻ ഇറങ്ങുന്നു. ആ സമയം ഡിസംബർ 10 ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അറിയുന്നു എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഏജൻസിക്കും ഉണ്ടായിരുന്ന ഒരു എന്നെ കൊണ്ടാകാമെന്ന് പറഞ്ഞ ഹോമിലോട്ടുള്ള ഒരു കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. കാരണം എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോവുകയാണ്, ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുന്നു. ഇനിയിപ്പോൾ എന്തെന്ന് എനിക്ക് അറിയില്ല. ആ സമയത്താണ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നത്, ഒരിക്കലും പറ്റില്ല എന്ന് തോന്നി. UKVക്ക് പോലും എനിക്ക് 6.5 സ്കോർ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ IELTS ട്രൈ ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് റെഡിയാകുന്നിടം വരെ. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് റെഡിയാകുന്ന സമയം കൊണ്ട് IELTS കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ IELTS പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ലോണൊക്കെ എടുത്ത് അറൗണ്ട് 10 lakhs വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ നിൽക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട് മേടിച്ചു, അതിൻ്റെ ഹോം ലോൺ അതെല്ലാം നടക്കുന്നുണ്ട്. എൻ്റെ ജോലി പോയി. അപ്പം ഈ എടുത്ത ലോണിൽ നിന്ന് വേണം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനതെല്ലാം എഴുതി. മാർച്ച് 23 ആദ്യത്തെ എക്സാം എഴുതി. അതിന് ന്യൂസിലൻഡ് സ്കോറിൻ്റെ ക്ലബിംഗ് സ്കോർ കിട്ടി. പിന്നെ ഞാൻ ഒന്നുകൂടെ എഴുതി ജൂലൈ 23 അതിനെനിക്ക് കിട്ടിയതും അതിൻ്റെ റിസൾട്ട് വന്നില്ല. ആ സമയത്താണ് എൻ്റെ കൂട്ടുകാരി പറയുന്നത്, ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് നീ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓൺലൈനിലെല്ലാ 6 കാര്യങ്ങളെല്ലാം എഴുതിയിട്ടു. പക്ഷേ എനിക്കത് അപ്രൂവലായില്ല. പക്ഷെ ഞാൻ അന്ന് അങ്ങനെ വിശ്വസിച്ചു, ഞാൻ എഴുതിയിട്ടത് എൻ്റെ മാതാവിനല്ലേ, എനിക്കെന്തിന് അപ്രൂവലിൻ്റെ ആവശ്യം, ഞാൻ ഈ ഉടമ്പടി പാലിക്കുമെന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ ഉടമ്പടിയിൽ എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയത് വെച്ച് എല്ലാ കാര്യങ്ങളും ഏറ്റവും പരിപൂർണമായിട്ട് ഞാൻ ചെയ്തു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ മാത്രമാണ്. കാരണം ആ രണ്ടാമത് എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ന്യൂസിലൻഡ് സ്കോറാണ് വന്നത്. പക്ഷേ ആ സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, അതൊരു അനുഗ്രഹമായിരുന്നു എന്ന്. ഞാൻ വിചാരിച്ചു ഒരു GNM നേഴ്സായി എനിക്ക് അവിടെ ഒരു BSc നേഴ്സിന് മാത്രമേ രജിസ്റ്റേർഡ് നേഴ്സാകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ അന്നേരം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു പഴയ വർക്ക് ചെയ്ത ഡോക്ടറിൻ്റെ നിന്നൊരു ഫോൺ വരികയാണ്, ആൻസി നീ എന്തെടുക്കുക, വെറുതെ ഇരിക്കുവാണെങ്കിൽ സമയമുണ്ട് പോകാമെന്നുണ്ടെങ്കിൽ ഇന്ന പോലെ ഒരു ഹോസ്പിറ്റൽ, സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഉണ്ട്, നിന്നെ അവർ വിളിക്കുന്നുണ്ട്, വേണമെങ്കിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇങ്ങോട്ട് വന്ന കോളാണ് വീട്ടിൽ ഇരിക്കുമ്പം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത് നടക്കുന്നത് ഓഗസ്റ്റ് 27 അന്ന് ഞാൻ പോകുമ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. അവിടുത്തെ മെയിനായിട്ടുള്ള ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റും, ഇവിടെ നേഴ്സിംഗ് ഹെഡിൻ്റെ വേക്കൻസി ഉണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു 16 year എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഫുള്ളുള്ളത് കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പക്ഷേ അത് ഞാൻ പോയതൊരു ന്യൂറോ ഹോസ്പിറ്റലാണ്. അവിടെ എനിക്കൊരു ന്യൂറോയുടെ എനിക്കൊന്നും അറിയില്ല, ഒരു എക്സ്പീരിയൻസും ഇല്ല. അവിടെ ഒരു നേഴ്സിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് വേറെ ജോലിയില്ല ഇപ്പം നിലവിൽ, വേറെ എങ്ങും പോകാൻ ഇപ്പം അങ്ങനെ ഞാൻ എങ്ങും ചോദിക്കാൻ കഴിയത്തില്ല, കാരണം എല്ലാവരോടും പോവാന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് പോയി ചോദിക്കുന്നത്. പക്ഷെ ഞാൻ അവരോട് നേരെ പറഞ്ഞു, ഓക്കെ പറഞ്ഞു, ഇല്ല ഞാൻ നാളെ മുതൽ മീൻസ് അടുത്ത 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 1 മുതൽ ജോയിൻ ചെയ്തേക്കാമെന്ന്. നല്ല സാലറി പാക്കേജിൽ എനിക്ക് അവിടെ ജോലി കിട്ടി. ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഞാൻ ആ ഹോസ്പിറ്റൽ മാനേജ് ചെയ്തു. അത് അനുഗ്രഹം എന്ന് വെച്ചാൽ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. കാരണം ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ചെല്ലുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ചെല്ലുന്നത്. എനിക്കുള്ള ഒരു ബേസിക്ക് വെച്ച് ഞാൻ പിള്ളേരോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ അവർക്ക് പേടിയാണ്, എന്നെ എന്തോ ഇവർക്കെല്ലാം അറിയാം, അപ്പം അവരാരും എൻ്റെ അടുത്ത് പോലും വരത്തില്ല. എന്നിട്ട് ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് എല്ലാ ദിവസവും ആ ദിവസങ്ങളിൽ അവിടെ 6 മാസം ഞാൻ ചെയ്തു. 6 മാസം ഞാൻ ഒരു ദിവസം പോലും പഠിക്കാതിരുന്നിട്ടില്ല. എന്നും പഠിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂറോയിലെല്ലാം പഠിച്ചു. പക്ഷേ അവർക്ക് ആർക്കും ഒരു ദിവസം പോലും മനസ്സിലായിട്ടില്ല എനിക്ക് ന്യൂറോ അറിയത്തില്ലായിരുന്നുള്ള. അത്ര നന്നായിട്ട് എനിക്കവിടെ മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. എനിക്കൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അപ്പോഴത്തേക്കും അവരുടെ വേറൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു സ്റ്റാർട്ട് ചെയ്യും, അവിടെ പോയി ഞാൻ, കാരണം എനിക്ക് കാർഡിയക് കാത്ത് ലാബിൽ എക്സ്പീരിയൻസ്, അപ്പോൾ അത് കാത്ത് ലാബ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് ഓക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് കയറിയത്. അപ്പോൾ അതൊരു 30 മിനിറ്റ്സ് ട്രെയിനിൽ പോയി ചെയ്ത് കൊടുക്കേണ്ട അത്രയും ദൂരമുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഓക്കെ പറഞ്ഞെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജനുവരി മുതൽ ഞാൻ അവിടെ പോകാൻ തുടങ്ങി. അപ്പം ജനുവരി അവിടെ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാനിവിടെ ജനുവരി 4-ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 10-ന് ഞാൻ അവിടെ പോകാൻ സ്റ്റാർട്ട് ചെയ്തു, നവസാരി പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അവിടുന്ന് 3 മാസം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുവാണ് അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാവർക്കും എന്നെ കാര്യമാണ്. പക്ഷേ ഇത്രയും ദൂരം എന്ന് യാത്ര ചെയ്ത് പോയിട്ട് തിരിച്ച് വരുന്നു, വീട്ടിലെ കാര്യം നോക്കണം, ഭയങ്കര കഷ്ടപ്പാട് പോലെ ഫീൽ ചെയ്തു. അങ്ങനെ മനസ്സിലിങ്ങനെ എന്ത് ചെയ്യും. പിന്നെ അപ്പോഴത്തേക്കും ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ്. അപ്പം ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണം മിസ്സായി പോകാൻ പോലും ചാൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് സാമനേഴ്സ് വേറൊരു ഡോക്ടറിൻ്റെ ഫോൺ വരുവാണ്. വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു കാർഡിയക് കാത്ത് ലാബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നീക്ക് അവിടെ വരാവോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എനിക്ക് ഇത്രയും ദൂരം പോകണ്ട. അപ്പം ഇവരോട് ഞാൻ പറഞ്ഞിങ്ങനെ കയറിയിരുന്ന് ഞാൻ പുറത്തേക്ക് പോകാനാണ്, മാക്സിമം 6 മാസത്തേക്ക് കാണുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് പോകാമെന്നുള്ളത്. അപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ സ്കോർ ന്യൂസിലൻഡിൻ്റെ സ്കോറാണ്. ഞാൻ ട്രൈ ചെയ്തത് UK വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ന്യൂസിലൻഡിൽ പോയാൽ എനിക്കൊരു എൻറോൾഡ് നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ളൊരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല, കാരണം അവിടെ BSc കമ്പൽസറി ആയിരുന്നു. IELTS സ്കോർ ഉണ്ടെങ്കിൽ പോലും. അപ്പം എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കാരണം അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ IELTS എഴുതി ട്രൈ ചെയ്ത് നോക്കി UK പോകാൻ പറ്റുമോ എന്ന്. അപ്പം ആ സമയത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും കുറഞ്ഞ സ്കോറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നോക്കി, എന്താണ് മാതാവിൻ്റെ മനസ്സിൽ എന്നെ ന്യൂസിലൻഡിൽ തന്നെ വിടാനാണ്, എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ സ്ഥലത്ത് തന്നെ എങ്ങനെ വിടാനാണ്. അപ്പോഴും എൻ്റെ മനസ്സിലെല്ലാം ന്യൂസിലൻഡ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു ഏജൻസിയെ സമീപിച്ച് ന്യൂസിലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ സമയത്താണ് പിന്നെ ഈ ഫെബ്രുവരി അവസാനമായപ്പോഴത്തേക്കും മറ്റേ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോള് വരുന്നതും പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യുവാണ് അങ്ങോട്ട് മാറിയേക്കാന്ന്. കാരണം ഇവിടുത്തെ പ്രോസസ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, സമയം എടുക്കും അതിന്. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് കയറുന്നു. അതും അതേ സാലറിയിൽ തന്നെ അത്ര അടുത്ത്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഏറ്റവും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ട്. അപ്പം എന്നെ ദൈവം എനിക്ക് ഓരോ നിമിഷവും ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, മാതാവ് എന്നെ എപ്പോഴും എൻ്റെ കൈകളിൽ കൊണ്ടു നടക്കുന്ന പോലൊരു ഫീലിങ്സാണ്. ഒരു ഇഷ്യൂ ഇല്ല, സാമ്പത്തികമായിട്ടില്ല, ഒന്നുമില്ല. ഞാൻ 6 മാസം വീട്ടിലിരുന്നെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അതിനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഫീലിങ്സാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ചെല്ലുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് എന്നോടുള്ള അത്രയും കാര്യമായിട്ട് ഇടപെടാൻ, ഞാൻ അതിന് മാത്രം ഒന്നുമല്ല, പക്ഷേ അവർക്ക് നല്ല ഒരുപാട് സ്നേഹത്തോടെ നല്ല റെസ്പെക്റ്റോടെ എനിക്ക് തരുന്നത് കാണുമ്പം അറിയില്ല അതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഡിസിഷൻ ലെറ്റർ കിട്ടുന്ന ദിവസം മാത്രമേ നമുക്കറിയത്തുള്ളൂ എന്താണ് അവർ നമുക്ക് തരുന്ന ജോബ് ഓഫർന്ന്, അല്ലെങ്കിൽ ഏത് വേക്കൻസിയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഓഗസ്റ്റ് 7-ന് എനിക്ക് ഇത് വരുവാണ്,
ക്യാപ്പ് ഓഫർ ലെറ്റർ വരുവാണ് എന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട്. ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ന്യൂസിലൻഡിൽ വർക്കാൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞ്. എനിക്കത് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം എന്ന് പറയാൻ അറിയില്ല എത്ര പേർക്ക് ഈ ലോകത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. വളരെ കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, GNMകാർക്ക് ന്യൂസിലൻഡിൽ. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാളായി ദൈവം എന്നെ ഉയർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം മാത്രമാണ്. നേഴ്സസിന് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. കാരണം ജനറൽ നേഴ്സായ ഞാൻ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട്, അതും എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ലെവൽ 6 നേഴ്സ്, ലെവൽ 7 നേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. ലെവൽ 6 നേഴ്സായിട്ട് നല്ല സാലറിയോടെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം അത് റെഡിയായി. അപ്പം അത് റെഡിയാകുന്ന സമയത്ത് പക്ഷേ എൻ്റെ വേറെയും പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. ന്യൂസിലൻഡിൽ പോയി രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെങ്കിൽ അറൗണ്ട് 12 lakhs എങ്കിലും മിനിമം ചിലവാകും. കാരണം ക്യാപ്പിൻ്റെ കോഴ്സ് 3 മാസത്തെ ഫസ്റ്റ് ഇനിഷ്യൽ കോഴ്സിന് ക്യാപ്പ് കോഴ്സ് എന്ന് പറയുന്നത്, അത് റീഫണ്ട് പിന്നീട് ചെയ്യുമെങ്കിൽ പോലും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട പൈസയാണ്. അത് അറൗണ്ട് 7 to 8 lakhs കോളേജ് ഫീസ് വേരി ചെയ്യും, അത്രയും ആകും. പ്ലസ് 3 ലക്ഷം രൂപ നമ്മുടെ പെർ ഹെഡ് കാണിക്കണം അങ്ങോട്ട് പോകണമെങ്കിൽ ഷോ മണിയായിട്ട്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ചാർജ്, നമ്മുടെ ചിലവ്, അക്കോമഡേഷൻ, അങ്ങനെ പല ചാർജ് എല്ലാം കൂടെ കൂട്ടി ഒരു 10-12 ലക്ഷം രൂപയെങ്കിലും ആകുന്നതാണ്. ഇത്രയും പൈസ ഉണ്ടാക്കാൻ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ആ സമയത്തില്ല. സത്യത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ ഇത് പോകണമല്ലോ, ഏതായാലും റെഡിയായി, എങ്ങനെയെങ്കിലും ലോൺ എടുത്താണെങ്കിലും പോകാം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഓൾറെഡി അതിന് മുമ്പിൽ UK പോകാൻ വേണ്ടി എടുത്ത ലോണ്, ഹോം ലോൺ, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പല ബാങ്കുകളിൽ പോയി, അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇത്രയും എത്തിച്ച ദൈവം ആ പോകാനുള്ള സമയമാകുമ്പം എൻ്റെ മാതാവ് എനിക്ക് ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് വിശ്വാസമില്ലാണ്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, ദൈവമേ എങ്ങനെയാണ് ഇത് ശരിയാകുന്നതെന്ന്. പക്ഷെ ഒരിക്കലും എനിക്ക് പ്രതീക്ഷയായിട്ട് പോയിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് മുതൽ എന്നെ ദൈവം എങ്ങനെ കൊണ്ടു നടത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത്രയധികം പ്രൊട്ടക്ഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരോട് എനിക്ക് ഡേറ്റ് പറയണം, ഏജൻസിക്കാരോട് എനിക്ക് ഡേറ്റ് പറയണം, അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കണം, ഓക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ പൈസ ഇല്ല. അന്ന് ഓക്കെ പറയേണ്ട ദിവസം 1 മണിക്കൂർ മുമ്പ് എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് വെറുതെ ഒന്നിങ്ങനെ ചില മെസ്സേജസ് വരത്തില്ല, നിങ്ങൾക്ക് ലോൺ കിട്ടും എന്ന് പറഞ്ഞ് ചുമ്മാ ടെക്സ്റ്റ് മെസ്സേജസ് വരത്തില്ല. അങ്ങനെ വന്നൊരു IDFC ബാങ്കിലോട്ട് വെറുതെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു. എനിക്ക് 6.25 ലക്ഷം രൂപ ആ സമയത്ത് അപ്രൂവ് ആയെന്ന് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എൻ്റെ മൊബൈലിൽ മെസ്സേജ് കയറി. എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്. അപ്പം ഞാൻ 4.5 ലക്ഷം മതി എന്ന് വിചാരിച്ചാണ് അത്രേ അടിച്ചുള്ളൂ. എന്നിട്ട് 6.25 കയറി. ഞാൻ ഉടനെ അവരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ വേണ്ട, കാരണം തിരിച്ചടയ്ക്കേണ്ടത് ഞാൻ തന്നെയല്ലേ, എങ്ങനെ അടയ്ക്കാനാണ്. അപ്പം ഇത്രയും എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾ വേണ്ടാന്ന് പറയില്ല, കാരണം ഇത് സിസ്റ്റം ഡിഫോൾട്ട് കയറിയതാണ്, നിങ്ങളുടെ സിവിൽ സ്കോർ കുറവാണ്, ഇത്രയും പൈസ നിങ്ങൾക്ക് കയറാനുള്ള ഒരു സാധ്യതയും ഇല്ല, ഇനി നിങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിസ്റ്റം റീചെക്ക് ചെയ്ത് കഴിയുമ്പം അത് ക്യാൻസലായി പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന്. അപ്പം ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തില്ല, അത് മേടിച്ചു. അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ഉറപ്പായിരുന്നു നിനക്ക് പോകാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ അവരോട് അതെല്ലാം ഓക്കെ പറഞ്ഞു. ഇപ്പോൾ ഡിസംബറിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു ബാച്ചിലേക്കാണ് അവരെന്നെ എടുത്തത്. അപ്പോൾ ആ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ദൈവം എന്നാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോവുക. ക്രൈസ്റ്റ് ചർച്ച് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇതുള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച് നോർത്ത് സൈഡിൽ ഓക്ലൻഡിൽ പോകാനാണ് ന്യൂസിലൻഡിൽ നിന്ന് വിചാരിച്ചപ്പോൾ മുതൽ ചിന്തിച്ചത്. കാരണം അവിടെയാണ് ഉള്ള കാർഡിയക് ഹോസ്പിറ്റലെല്ലാം കൂടുതലുള്ളത്. പക്ഷേ എന്തെങ്കിലുമായിട്ട് ഇത് ഈശോ തന്നതല്ലേ, ഞാനത് സ്വീകരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കുറേ കൂട്ടുകാരെ എനിക്ക് ഓൺലൈനിൽ കൂടെ ഇങ്ങനെ കിട്ടുന്നു, എനിക്ക് ക്യാപ്പ് കോഴ്സിന് ഇത് കിട്ടി, ജീനമായിട്ടും എനിക്ക് രജിസ്റ്റേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു. അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ എൻ്റെ ഒരു അവിടെ അന്ന് തന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടിയ ഒരു കൊച്ചും എന്നെ വിളിച്ചു. അവളുമായിട്ട് ഭയങ്കര കമ്പനിയായി. അവൾ ഇന്നിവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മാതാവിനെ, കാരണം ഞാൻ തന്നെ പോകാൻ എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം കൂടെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കൊരു കൂട്ടുകാരിയെ കൂടെ തന്നു. എന്നാണ് ഞാൻ അവൾ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടത്. അതുവരെ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടും ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കൊച്ചിനെ എനിക്ക് തന്നു. നാളെ ഞങ്ങൾ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകാനിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വിസ ഇന്നലെ വന്നു, അവളുടെ വിസ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് പക്ഷേ ഉറപ്പുണ്ട് നാളെ രാവിലെ 10 മണിക്കിപ്പുറം അവളുടെ വിസ വരും. ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ഫ്ലൈറ്റിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം ഇത്ര എത്തിച്ച മാതാവ്, ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോ പ്രൊസീജിയറിനും ഒരുമിച്ച് നിർത്തിയ മാതാവ് ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.
അതുകൊണ്ട് തന്നെ അത് ഞാനിതിനകത്ത് സാക്ഷ്യമായിട്ട് തന്നെ കൂട്ടുവാണ്. ഒരുമിച്ച് ഞങ്ങൾ പോകുമെന്നുള്ളത്. അങ്ങനെ നാളെ ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. പക്ഷേ അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഡിസംബർ ബാച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്ന ഞാൻ ആ സമയത്താണ് ഞങ്ങൾ രണ്ടുപേരോട് ഒരു എലിസബത്ത് നോക്സ് എന്ന് പറഞ്ഞൊരു ഓക്ലൻഡിലെ ഒരു ഹോം ആൻഡ് ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് ആപ്ലിക്കേഷൻ ഇടുന്നത്. അത് ഏജൻസി ത്രൂ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ മെയിൽ ത്രൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലിലിട്ടു, ആപ്ലിക്കേഷൻ ഇട്ടു. അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവരെന്നെ കോൾ ചെയ്തു. അവർ ചോദിച്ചു ഞങ്ങൾക്കൊരു ഓഫറുണ്ട്, ഞങ്ങൾ സ്പോൺസർഷിപ്പ് ക്യാപ്പിൻ്റെ സ്പോൺസർഷിപ്പ് തരാൻ റെഡിയാണ്. ഈ ഒക്ടോബർ മാസം 16-ാം തീയതി തുടങ്ങുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഇൻ്റർവ്യൂ നടത്താമെന്ന്. അത് വിളിക്കുന്നത് ഒരു ഫ്രൈഡേ ആണ്. അത് കേട്ടപാടെ ഭയങ്കര സന്തോഷമായി. കാരണം അറൗണ്ട് 7 lakh ആകുന്ന ക്യാപ് കോഴ്സ് അവർ ഫ്രീ ആയിട്ട് തരുവാണ്. ഇൻ്റർവ്യൂ പാസ്സായി ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് പോകും. അപ്പം ദൈവം എത്രമാത്രം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മ. കാരണം ഇത്രയും എൻ്റെ ലോൺ കിട്ടിയേ പോലും എനിക്കത് പോകാനുള്ള പൈസയെ കൊള്ളായിരുന്നു കഷ്ടിച്ച്. കാരണം പിന്നെ ബാങ്കിൽ ഇഷ്ടംപോലെ ലോണുണ്ട്, അതിനകത്തൊക്കെ ഇടണമെങ്കിൽ 1 രൂപ പോലും ഇല്ല. ഈ 3 മാസം അവിടെ ചെന്ന് കോഴ്സ് കഴിഞ്ഞ് 1 മാസം രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് 5-ാം മാസമായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത്. അത്രയും മാസം നമുക്ക് അവിടെ ലോണിൽ അടയ്ക്കണമെങ്കിലൊന്നും പൈസ ഇല്ലായിരുന്നു. പക്ഷേ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അത്രയും എമൗണ്ട് അന്ന് അതവിടെ ക്രെഡിറ്റ് ആക്കി തന്നെന്ന് എനിക്കിപ്പം എനിക്കതിപ്പം മനസ്സിലാവുകയാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിനോട് പ്രാർത്ഥിച്ച്, കാശുരൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ട് ഉടമ്പടി എടുത്ത അന്ന് മുതൽ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സക്സസ് ആയി. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്ര ELTC 7 കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ഇത്ര ലാംഗ്വേജേ ഉള്ളൂ. 3 പേരോടൊരു 45 മിനിറ്റ്സോളം കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി, അതുപോലെ അവളും പാസ്സായി. അങ്ങനെ ഞങ്ങൾ 2 പേർക്കും അവിടെ സ്പോൺസർഷിപ്പ് കിട്ടി. ഇതിലും കൂടുതൽ ഒരുപാട് ചെറിയ അനുഗ്രഹങ്ങളാണ്. അതായത് ഞാൻ ഓരോ നടക്കുന്ന ഓരോ അവസരത്തിൽ, അതുപോലെ തന്നെ ഇപ്പം പോരാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ PCC വന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ 7-ാം തീയതി ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കോ ഉച്ചയ്ക്ക് 12:30-യുടെ ട്രെയിനിന്. തലേദിവസം ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. ഒരു തരത്തിൽ അവർ പറഞ്ഞ് PCC കയ്യിൽ തരാമെന്ന്. കാരണം പാസ്പോർട്ട് ഓഫീസ് വരെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ചെന്നു. അവിടുന്ന് അവർ നേരെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കും. അവിടുന്ന് പിന്നെ വീട്ടിലേക്കേ വരുള്ളൂ. ആ സമയത്ത് ഞാൻ അവരോട് പോയി അവിടുത്തെ സീനിയറായിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി കണ്ട് ഒത്തിരി കാലം കയ്യെ പിടിച്ച് പറഞ്ഞ് എനിക്കൊന്ന് തരാമോ, നാളെ ഞാൻ 12:30-ക്ക് പോവാം. പിന്നെ ഇത് വീട്ടിൽ വന്ന ആരുമില്ല റിസീവ് ചെയ്യാൻ. അത് റിട്ടേൺ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാം. ഇവിടുന്ന് എങ്ങനെ അപ്ലൈ ചെയ്യും? എനിക്ക് പോകാനുള്ളതാണ്. 16-ാം തീയതിക്ക് എനിക്ക് അവിടെ എത്താനുള്ളത്. പക്ഷെ അവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലെല്ലാം വല്ലതും പോയി ചോദിക്കുക. അപ്പോഴത്തേക്ക് സമയം അറൗണ്ട് 3:30-ഓളമായി. പിന്നെ അവരുടെ മെയിൻ ഓഫീസ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പം അവർ പറഞ്ഞു ഇപ്പം ഇവിടുന്ന് പോയിട്ടില്ല, വൈകിട്ടത്തേക്കേ പോവുള്ളൂ. രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രാക്കിംഗ് നമ്പർ കിട്ടും. ആ ട്രാക്കിംഗ് നമ്പർ വെച്ച് നാളെ രാവിലെ 10 മണിയാകുമ്പം പോസ്റ്റ് ഓഫീസിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാൻ. രാവിലെ 11:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് 12:30-ക്ക് എനിക്ക് സ്റ്റേഷനിൽ വരാൻ പറ്റുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേക്കും, അപ്പോൾ ഏത് പോസ്റ്റ് ഓഫീസിൽ വരുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ പഴയ എൻ്റെ എല്ലാ മെസ്സേജസ് തപ്പി നോക്കിയപ്പം എനിക്ക് വന്നിട്ടുള്ളതെല്ലാം ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്ന്. അപ്പോൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഗൂഗിൾ മാപ്പ് വിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം ദൈവത്തിന് അനുഗ്രഹം പറയാം. അവിടെ കുറേ പേരിപ്പുണ്ട്. ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഇന്ന ആളെ പോയി കണ്ടാൽ മതി എന്നാ. ചെന്നതേ ആ വ്യക്തി കണ്ടു. ആ പുള്ളിയുടെ ട്രാക്കിംഗ് നമ്പർ കൊടുത്തു. അപ്പം തന്നെ അവർ സെർച്ച് ചെയ്തിട്ട് അവിടെ കൃത്യം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ വന്നതേ ഉള്ളൂ എൻ്റെ PCC. അപ്പം തന്നെ അവരെനിക്കത് എൻ്റെ കയ്യിലെടുത്ത് തന്നു. ഞാൻ ആ PCC മേടിച്ചിട്ടാണ് ഞാൻ അന്ന് വന്നത്. കാരണം അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്കും ട്രെയിനുണ്ട്, 12:30-ക്കുണ്ട്, 12:30-ക്കും ഉണ്ടായിരുന്നു. അപ്പം ദൈവം എന്നെ ആ 12:30-യുടെ ട്രെയിനിന് ടിക്കറ്റ് പോലും എടുപ്പിച്ച് തന്നത് എനിക്ക് അത് മേടിച്ചിട്ട് വരാനായിരിക്കുമെന്ന് ഞാനിപ്പം ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ നിമിഷം പോലും കിട്ടുമോ കിട്ടില്ലയോ എന്ന് ഇത്രയും വിഷമിച്ചിരുന്ന എനിക്ക് അതുപോലും ഒരു കാര്യത്തിലും ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് വരെ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ പൊന്നുപോലെ ദൈവം കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്. അതുവരെ ഇതിനു മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും
പ്രാർത്ഥനയോ, കാരണം രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്നു, കൊച്ച് വരുന്നു, ജോലി ചെയ്യുന്നു, കിടക്കുന്നു, വലിയ പ്രാർത്ഥനകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കൊണ്ട് ഒത്തിരി പറ്റാറില്ല. കാരണം പല ഡ്യൂട്ടിയാണ്, സമയം വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേരും, ഞാനും കൊച്ചും ഹസ്ബൻഡാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പ്രാർത്ഥിക്കാതെ ഒരിക്കലും കിടക്കാറില്ല, എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ അന്ന് മുതൽ എല്ലാ ദിവസവും 30 മിനിറ്റ് ബൈബിൾ റീഡിങ് അതെല്ലാം ചെയ്യാറുണ്ട്. പറ്റുന്ന രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ദൈവം, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന്, ഓരോ നിമിഷവും എനിക്ക് കൂടെയുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കണ്ടിന്യൂസ് എനിക്ക് 24/7 ഓൺ കോളുള്ള കാത്ത് ലാബ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയത്ത് വേണേലും ഓൺ കോളിനൊക്കെ പോകാം, കേസ് ഉണ്ടാവും, രാത്രിയിലൊക്കെ പോയിട്ട് വരാം. അപ്പം അങ്ങനെ അധികം സ്റ്റാഫില്ല, അപ്പം എല്ലാ കേസസിനും പോകണം. അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ വരുമ്പോൾ ഭയങ്കര ക്ഷീണം, ചിലപ്പം രാത്രികളിൽ ഒരുപാട് പ്രാവശ്യം എനിക്കിങ്ങനെ എണീക്കാൻ പറ്റത്തില്ല, അത് പെട്ടെന്ന് ശരീരമെല്ലാം തളർന്നു പോകുന്ന പോലെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിനൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല, അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഇപ്പം അന്ന് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറേ പ്രാവശ്യം വന്നപ്പോഴൊക്കെ, അതിന് മുമ്പൊക്കെ പല പ്രോബ്ലംസും ഉണ്ടായി, കുറേ സമയം ലെങ്തി ആയിട്ട് നീണ്ടു നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉപ്പെടുത്ത് കഴിച്ച് പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആവും. അങ്ങനെ പക്ഷേ അത് കഴിഞ്ഞ പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു, ഫ്രീക്വൻസി കുറഞ്ഞു. ഇപ്പം അങ്ങനെ എനിക്കങ്ങനെ വരാറുമില്ല, അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാറില്ല. പിന്നെ അത് മാത്രമല്ല, അതല്ലാതെ എൻ്റെ ഹസ്ബൻഡിന് ഇടയ്ക്ക് ഒരു ചെസ്റ്റ് പെയിൻ പോലെ വന്നു. പെട്ടെന്ന് ഞാൻ പള്ളിയിൽ എനിക്ക് എൻ്റെ കൊച്ചിനെ ഫോൺ വിളിച്ചിട്ട് പറയാണ് പപ്പയ്ക്ക് ചെസ്റ്റ് പെയിൻ. അപ്പം പുള്ളിക്ക് ഓൾറെഡി ഡയബറ്റിക് ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പം പെട്ടെന്ന് വാ, മെഡിസിനും കൊണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടുന്ന് ഓടി വീട്ടിൽ വന്നു. വീട്ടിൽ മെഡിസിനുമായിട്ട് വന്നെങ്കിലും ഞാൻ ആദ്യം ചെയ്തത് മാതാവിൻ്റെ തൈലം എടുത്ത് തൂക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും കുറയുന്നില്ല, ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ തൈലം തേച്ച് വാഷ്റൂമിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകാം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. പക്ഷേ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ പറഞ്ഞത് എന്നോട് കുറവുണ്ടെന്നാണ്, ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അന്ന് ഹോസ്പിറ്റലിൽ പോയില്ല, ഒരു കുഴപ്പവും ഉണ്ടായില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, കുടുംബത്തിലുള്ള പല ഇഷ്യൂസ്. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള, ഞാനും ഹസ്ബൻഡുമായിട്ടാണെങ്കിലും ഒരു ദിവസം പോലും ഉടമ്പടി എടുത്ത് ഒരു ദിവസം പോലും ഇന്ന് വരെ ഒന്ന് പിണങ്ങിയിരിക്കാനോ അങ്ങനെ ഒരിക്കലും ഒരു അവസരം ഉണ്ടായിട്ടില്ല. കുഞ്ഞു കുഞ്ഞു വഴക്കുകളില്ലാത്ത ഒരു കുടുംബങ്ങളും ഇല്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലും പറയുന്നു, തീരുന്നു. അല്ലാതെ ഒരു മിനിറ്റ് നേരത്തേക്ക്, അരമണിക്കൂർ നേരത്തേക്ക് പോലും ഒരു പിണങ്ങിയിരിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. അതെൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു. ഇനിയും പല കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ മനസ്സിലേക്ക് വരുന്നില്ല. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി. ഞാൻ